ഹലോ ഗൈസ്, വെൽക്കം. ഓക്കെ, സോ 10 കാര്യങ്ങൾ. ഓക്കെ, 10 അല്ല 11. ഫൈനൽ 1 ബോണസ് ആണ്, സർപ്രൈസ്. ആർക്കാ സർപ്രൈസ് ഇഷ്ടമല്ലാത്ത? സോ ഇതാണ് ബോട്ട് എയർഡ്രോപ്സ് ആൽഫ. ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ചെറിയ ക്ലൂ തരാം. ഇതാണ് ബോക്സ്. അകത്ത് സൂപ്പർ കുട്ടി ചാർജിങ് കേസ് ഇരിപ്പുണ്ട്. അതിനകത്താണ് നമ്മുടെ TWS യൂസർ മാനുവൽ, വാറന്റി കാർഡ്, FAQ കാർഡ്, സ്റ്റിക്കർ, ഒരു USB Type-C ചാർജിങ് കേബിൾ. ബോക്സിന്റെ പുറകെ കാണുന്നത് ഈ QR കോഡ് കണ്ടു. ജസ്റ്റ് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓത്തന്റിക് ആയിട്ടുള്ള സാധനമാണോ എന്ന് ബോട്ടിന്റെ സൈറ്റിൽ തന്നെ കാണിച്ചു തരും. അതൊന്ന് ചെക്ക് ചെയ്യുക. ഒരൊറ്റ ഫുൾ ചാർജ് കൊണ്ട് നിങ്ങൾക്ക് 35 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം ലഭിക്കും. ഈ മാറ്റ് ഫിനിഷ് ഉള്ള കേസ് കണ്ടോ? ഇതിന്റെ മുന്നിലായിട്ട് ബോട്ടിന്റെ ലോഗോയുടെ മുകളിലായിട്ട് ചെറിയൊരു റിംഗ് ഉണ്ട്. ആ റിംഗ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ വെള്ള കളറിൽ കത്തുന്നത് കാണാനായിട്ട് പറ്റും. അത് വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇത്രയും വലിയ പ്ലേ ടൈം ഉള്ളതുകൊണ്ട് സുഖമായിട്ട് പാട്ടും മ്യൂസിക്കും എല്ലാം ആസ്വദിക്കാം. അപ്പൊ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഇരിക്കും? ഈ കുട്ടിപ്പെട്ടി തുറന്നു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ഈ ഒരു TWS കണ്ടോ? ഈ സൈഡിലായിട്ട് മാറ്റ് ഫിനിഷ്, ഇവിടെയായിട്ട് ഗ്ലോസി ഫിനിഷ്, ഇവിടെയായിട്ട് നിങ്ങൾക്ക് 13 മില്ലിമീറ്ററിന്റെ വലിയ ഡ്രൈവർ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി വൈസ് ബോട്ട് ഇയർഫോൺസിൽ നമ്മൾ കേൾക്കുന്ന ആ ഒരു ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട് ക്വാളിറ്റി ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരേ ഒരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്തുള്ള ബേസ്, ട്രെബിള്, മിഡ്സ് ഇതെല്ലാം ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇയർ ടൈപ്പ് ഇയർഫോൺസിലുള്ള പോലെ ഒരു തമ്പിങ് ആയിട്ടുള്ള ബേസ് കൊണ്ടുവരാനായിട്ടും അവർ ഇതിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കണ്ട ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാട്ട് കേൾക്കാനും അതേപോലെ സിനിമ കാണാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡ്യുവൽ മൈക്രോഫോൺസ് ലഭിക്കുന്നുണ്ട്. ആൻഡ് എൻവറോൺമെന്റിലെ നോയ്സ് ക്യാൻസൽ ചെയ്യാനുള്ള ENX ടെക്നോളജിയും ഉണ്ട്. സോ കോൾ ക്വാളിറ്റി ഏകദേശം ഇതുപോലെ ആയിരിക്കും. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ബോട്ട് എയർഡ്രോപ്സ് ആൽഫയുടെ മൈക്രോഫോൺസിലൂടെയാണ്. ഞാൻ ഔട്ട്ഡോറിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഔട്ട്ഡോർ നോയ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കായിരിക്കും ഇതിന്റെ ഒരു മൈക്രോഫോൺ ക്വാളിറ്റി ലഭിക്കുന്നത്. യെസ്, ഇതുപോലെ. അപ്പൊ ഗെയിമിങ്ങോ? മാറ്റ് ഫിനിഷുള്ള ഈ TWS എടുത്തു കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങൾക്ക് ബോട്ട് ലോഗോയും പിന്നെ നിങ്ങൾക്ക് അവിടെ മെറ്റാലിക് ആയിട്ടുള്ള ചാർജിങ് പോയിന്റ് കോൺടാക്റ്റും കാണാൻ പറ്റും. മുകളിലായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോണും അവിടെ LED കാണുന്നില്ലേ? അതിന്റെ ഇടയിലുള്ള ഭാഗമാണ് ഇതിന്റെ കപ്പാസിറ്റീവ് ടച്ച് കൺട്രോൾസിന്റെ ഏരിയ. ഈ റൈറ്റ് സൈഡിലെ ഇയർബഡ് നമ്മൾ 3 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബീസ്റ്റ് മോഡ് ഓൺ ആവും. 50 മില്ലിസെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലോ ലേറ്റൻസി മോഡാണ്, ഗെയിമിംഗ് മോഡ് എന്ന് നമുക്ക് പറയാം. കേസിന്റെ പുറകിൽ സിൽവർ കളർ ലൈനിങ് കൊടുത്തിരിക്കുന്ന USB Type-C പോർട്ട് കണ്ടോ? ഇത് വെച്ച് നിങ്ങൾക്ക് കേസ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഈ TWS നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണെങ്കിൽ TWS ചാർജ് ചെയ്യാനായിട്ട് പറ്റും. 10 മിനിറ്റ് TWS നമ്മളിങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ 120 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈം കിട്ടാവുന്നത്രയും ചാർജ് കയറും. സോ ASAP ചാർജിങ് എന്നാണ് പറയുന്നത്. ഇനി കണക്ടിവിറ്റിയുടെ കാര്യവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.3 വെർഷൻ. ബോട്ടിന്റെ സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി ഉണ്ട്. സാധാരണക്കാരന്റെ ഭാഷയെ പറയുവാണെങ്കിൽ നിങ്ങളുടെ ഈ ലിഡ് ഇങ്ങനെ തുറക്കുവാണെങ്കിൽ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോൺ ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ അതുമായിട്ട് ഉടനെ തന്നെ കണക്ട് ആവുന്നതായിരിക്കും. അതുപോലെ ലിഡ് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഉടനെ തന്നെ ഡിസ്കണക്ട് ആവുന്നതുമായിരിക്കും. വളരെ ഫാസ്റ്റ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ടിവിറ്റിയാണ് കിട്ടുന്നത്. ഗൈസ്, എനിക്കറിയാം മഴക്കാലമാണ് വരുന്നത്. വലിയ കാര്യത്തിൽ ഇയർഫോണൊക്കെ മേടിച്ച് ഇതേപോലെ ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ മഴയത്ത് ഇറങ്ങി നടക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാമല്ലോ, മഴയത്ത് പോകുമ്പോൾ എന്ത് പറ്റും? ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ കേടാവും എന്നുള്ള പേടി വേണ്ട. IPX5 സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വർക്കൗട്ട് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. മഴയത്തൊക്കെ പോവുകയാണെങ്കിൽ ചാറ്റിലൊക്കെ വീഴുവാണെങ്കിൽ കേടാവും എന്നുള്ള പേടിയും വേണ്ട. ബൈ ദ വേ, ടച്ച് കൺട്രോൾസിനെ കുറിച്ച് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നേക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട്. ഇയർഫോൺസ് വെച്ച് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ആവും. ഒരു പ്രാവശ്യം ഇപ്പുറത്ത് എവിടെയായാലും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ആവും. കോൾ വരുന്ന സമയത്തും അതേ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പാട്ടിലേക്കാണ് പോകേണ്ടതെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. പ്രീവിയസ് പാർട്ടിലേക്കാണ് പോകേണ്ടതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. കോൾ വരുമ്പോൾ കട്ട് ചെയ്യാനായിട്ടും ഇത് 2 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. ഇനി ലെഫ്റ്റ് സൈഡിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് അസിസ്റ്റന്റിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 3 പ്രാവശ്യം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ബീസ്റ്റ് മോഡ് അഥവാ ഗെയിമിംഗ് മോഡ് ഓൺ ആവും. ആൻഡ് സംഭവം ഭയങ്കര കുട്ടിയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ഡിസൈൻ. അതിപ്പോൾ എൻ്റെ കൈ കണ്ടില്ല, എൻ്റെ കൈയുടെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ ഇത്ര മാത്രമേ വരുന്നുള്ളൂ. അത്രമാത്രം കുട്ടിയായിട്ടും വളരെ സ്ലിം ആയിട്ടും ക്യാരി ചെയ്യാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോം ഫാക്ടറാണ് വന്നിരിക്കുന്നത്. സോ എപ്പോഴും നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ TWSന്റെ കേസ് വയ്ക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കേണ്ട, പോക്കറ്റിൽ കൊള്ളും. നമ്മുടെ സർപ്രൈസ് അല്ലെങ്കിൽ ബോണസ് 11ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇതിന്റെ പ്രൈസ് ആദ്യം ഞാൻ തന്ന ഗ്ലൂ ഇതൊന്നും അല്ല, 3 ഡിജിറ്റ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. 799. യെസ്, ജസ്റ്റ് 799 rupees. ഈ ഒരു ലോഞ്ച് പ്രൈസിൽ ഫ്ലിപ്കാർട്ടിലും ബോട്ടിന്റെ ഒഫീഷ്യൽ സൈറ്റിലുമാണ് ഈ ഒരു എയർഡ്രോപ്സ് ആൽഫ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോഞ്ച് പ്രൈസ് ആണ് പിന്നീട് 999 മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോഞ്ച് പ്രൈസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെന്ന്
എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീലാണ് കിട്ടുന്നത്. ആഫ്റ്റർ ഓൾ 799 rupees ഇറക്കിയിരിക്കുന്ന ഒരു TWSൽ നമ്മൾക്ക് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്? എന്തായാലും ഹാഫ് ഇൻ ഇയർ ടൈപ്സ് ഇയർഫോൺസ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചില ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.